നമസ്കാരം. ഇപ്പോൾ ഇലക്ഷന്റെ സമയമാണല്ലേ? ഇലക്ഷന്റെ സമയത്ത് ഒരിക്കലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കും മതത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കും ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ഒരു വീഡിയോ ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, എന്ത് മനോഹരമായ കാഴ്ച. ഇത്തരം കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത്തരം കാഴ്ചകൾ കാണാൻ പോലും കിട്ടില്ല. ഈ മതസൗഹാർദ്ദം, മതങ്ങൾ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം കാണിക്കുക, പരസ്പരം ബഹുമാനിക്കുക, സാഹോദര്യത്വം കാണിക്കുക എന്നൊക്കെയുള്ള കാര്യം ഇനി നമുക്ക് റെയറായിട്ട് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ കുറെ നാളുകളായിട്ട് മതത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി കൂടി വരികയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടാൻ കാരണം ആരാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതപണ്ഡിതരോ മതപുരോഹിതരോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോ അല്ല ഇത്തരം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഹിഡൻ ആയിട്ടിരുന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് രാഷ്ട്രീയക്കാരാണ്. അത് ഒരു വിഭാഗത്തിലുള്ള രാഷ്ട്രീയക്കാരല്ല, ഒരു പാർട്ടിയല്ല. ഇവിടെ പാർട്ടി ഞാൻ പറയുന്നില്ല, പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ ഒരു ബാധകമേ അല്ല. എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ നേതാക്കളും ക്രൂക്കഡായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു പണിയാണ്. അവരുടെ ക്രൂക്കഡ്നെസ് ഏറ്റവും കൂടുതൽ ഇറക്കുന്നത് മതം എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. കാരണം മതം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മതങ്ങളുടെ പേരിൽ പ്രശ്നങ്ങളും വഴക്കുകളും ബഹളങ്ങളും ഉണ്ടായെങ്കിൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മതത്തെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ പല മതങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അങ്ങനെ പല മതം വിശ്വസിക്കുന്ന ആൾക്കാർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടക്കാത്തത് ആരുടെ ആയിരിക്കും? നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരങ്ങൾ കിട്ടത്തുള്ളൂ എന്നല്ലേ പറയുന്നത്. അപ്പോൾ മതങ്ങൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ, മതവിശ്വാസികൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ആരുടെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആരുടെ പാത്രത്തിലായിരിക്കും കഞ്ഞി വീഴാത്തത്? നേതാക്കളുടെ, രാഷ്ട്രീയക്കാരുടെ. കാരണം മതപുരോഹിതന്മാരും പണ്ഡിതന്മാരും എല്ലാം ഒത്തൊരുമയോടുകൂടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു നാടാണ് എന്നുണ്ടെങ്കിൽ, പണ്ടൊരു ഇത് പറയുമല്ലോ, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അപ്പം മനുഷ്യന്മാർ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സൗഹൃദം കാണിക്കുകയും ചെയ്യുന്ന ഒരു നാടാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയക്കാരുടെ ആവശ്യമില്ല, നേതാക്കളുടെ ആവശ്യമില്ല. നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി പോകുന്നു, നല്ല സൗഹൃദത്തോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആരുടെ ആവശ്യമില്ല, നമുക്ക് ആരുടെ മുമ്പിലും പോയി കൈനീട്ടണ്ട. നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയക്കാരനെയും ഒരു നേതാവിനെയും നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നിച്ച് നിൽക്കരുത് എന്നുള്ള ആവശ്യം ഏറ്റവും കൂടുതലുള്ളത് നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ആരാണ് എന്ന് പേരെടുത്ത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം എല്ലാവരും അതിനകത്ത് ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതപുരോഹിതന്മാരെയും മതപണ്ഡിതരെയും തമ്മിൽ വഴക്ക് കൂടിക്കുന്നതും മതവിശ്വാസികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം ഈ രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ അവരുടെ ക്രൂക്കഡ്നെസ് മനസ്സിലാക്കി നമ്മൾ ബിഹേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കാഴ്ചകൾ ഇനി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നമ്മൾ ഇങ്ങനെ ഒത്തൊരുമയോടുകൂട്ട് വന്നവരാണ്. എല്ലാ ദൈവവും ഒരുപോലെയാണ്. നമ്മൾ എപ്പോഴും വിളിക്കുന്നത് ഒരേ ആൾക്കാരെയാണ്. പേര് മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ, അല്ലെങ്കിൽ രീതികൾ മാത്രമേ വ്യത്യസ്തമായിട്ടുള്ളൂ. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരേ ഒരു കാര്യത്തെയാണ്. ദൈവം എന്ന് പറയുന്നത് ഒന്നാണ് എന്നുള്ള സങ്കല്പം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ അവിടെ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും രാഷ്ട്രീയക്കാരാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ വളരെ നല്ല അന്തരീക്ഷത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്ത് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ അവിടെ പള്ളി ഉണ്ടാകും, അമ്പലം ഉണ്ടാകും, മുസ്ലിം പള്ളി ഉണ്ടാകും. അപ്പോൾ കാരണം എല്ലാ വിഭാഗവും ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലം, അവിടേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തിന് സാധിക്കും? ഇപ്പോൾ ആ അമ്പലത്തിലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുടക്ക് വരുത്തുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പള്ളിയിലെ ആൾക്കാരാണ് എന്ന് വരുത്തി തീർക്കുക. ചിലപ്പോൾ അവരായിരിക്കത്തില്ല, പള്ളിയിലുള്ള ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു വിവരം ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ പള്ളിയിലെ ആൾക്കാരാണ് എന്ന് വരുത്തി തീർക്കും. അത് ചിലപ്പോൾ ക്രിസ്ത്യാനികൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കും, മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കും. അങ്ങനെ അവസാനം അവിടെ പ്രശ്നം ഉണ്ടാകും.
അപ്പോൾ അതുവരേക്കും ഒരുമിച്ച് കഴിഞ്ഞ ആൾക്കാരായിരിക്കും. അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ എല്ലാവരും ഒരുപോലെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പള്ളിയിൽ പ്രാർത്ഥന വരുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ആ ഒരു സമയം തൊട്ട് പിന്നെ ആരും അങ്ങോട്ട് പരസ്പരം സഹകരിക്കാതെ ആകും. അപ്പം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിന്നിരുന്ന ഒരു ഗ്രാമത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സാധിച്ചു. ആ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരായിരിക്കും? രാത്രിയുടെ മറവിൽ ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരോ നേതാക്കളോ ആയിരിക്കും. ഇപ്പം അമ്പലത്തിൽ കെട്ടിയ ഏതെങ്കിലും ഒരു ഫ്ലെക്സ് അത് കീറി വെച്ചേക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് എന്തായിരിക്കും? കാരണം നമ്മുടെ ഉള്ളിൽ ഈ ചിന്താഗതിയും ഈ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. അമ്പലത്തിലെ ഫ്ലെക്സ് കീറി വെച്ചേക്കുന്നത് ചിലപ്പോൾ ഹിന്ദു ആയിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും മതവിശ്വാസി ആയിരിക്കും എന്നുള്ളൊരു തോട്ട് ആരെങ്കിലും ഒരാൾ എടുത്തിട്ടാൽ മതി. പിന്നെ അതോട് കൂടിയിട്ട് നമ്മളുടെ ചിന്താഗതി മാറും. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, വഴക്കുകളുണ്ടാകും, ബഹളമുണ്ടാകും. അങ്ങനെ അൾട്ടിമേറ്റ്ലി ആ നാട്ടിലെ സമാധാനം ഇല്ലാതെയാകും. പിന്നെ പരസ്പരം വഴക്കുണ്ടാക്കാനും യുദ്ധം ഉണ്ടാക്കാനും പിന്നെ പരസ്പരം ജയിക്കാനുള്ളൊരു ത്വരയായിരിക്കും ആൾക്കാരുടെ ഉള്ളിൽ. ആ സമയത്ത് കൃത്യമായിട്ട് അവിടെ നേതാക്കൾ അങ്ങ് ഇടപെടും. പല ചേരികളായിട്ട് ആൾക്കാർ തിരിഞ്ഞു കഴിയുമ്പോൾ ഓരോ ചേരിയിൽ നിൽക്കാൻ ഓരോ നേതാക്കളുണ്ടായിരിക്കും, ഓരോ രാഷ്ട്രീയക്കാരുണ്ടായിരിക്കും. അപ്പോൾ ആ രാഷ്ട്രീയക്കാർക്ക് അവരവരുടെ താല്പര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ ആ സ്ഥലത്ത് ഹിന്ദുക്കളായിരിക്കും കൂടുതൽ. അപ്പോൾ ഹിന്ദുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു നേതാവായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് അവിടെ ജയിക്കുക. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ക്രൂക്കൺനെസ് നമ്മൾ തിരിച്ചറിയുക. ഈ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ ആയുധം മതമാണ്. നമ്മുടെ ഈ ഒരു രാജ്യത്ത് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മതമാണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയക്കാരെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പാർട്ടി ഒന്നും പറയുന്നില്ല, എല്ലാ പാർട്ടിയിലുള്ള രാഷ്ട്രീയക്കാരും കണക്കാണ്. എല്ലാവരും അൾട്ടിമേറ്റ്ലി എടുത്തുപയോഗിക്കുന്നത് മതം എന്ന് പറയുന്ന ആ ഒരു ആയുധത്തെ ആയിരിക്കും. അപ്പോൾ ഈ ഇലക്ഷൻ വരാൻ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്തരം കാര്യങ്ങളാണ്. ആരെയും കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ വ്യക്തികൾക്ക് തന്നെ അല്ലെങ്കിൽ ഒരേ ആൾക്കാർക്ക് തന്നെ അധികാരം കൈമാറാതെ ഇരിക്കുക. കാരണം നമ്മൾ ഡെമോക്രസി വിശ്വസിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ജനാധിപത്യമാണ്. പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് ആധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആധിപത്യം ഇല്ല. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ ആ ഒരു ആധിപത്യം ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വിഭാഗക്കാർക്ക് തന്നെ പവർ കൊടുക്കാതിരിക്കുക, അധികാരം കൊടുക്കാതിരിക്കുക. ഓരോ ഇലക്ഷൻ മാറി മാറി വരുന്നതിനനുസരിച്ച് ഓരോ ആൾക്കാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എ എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയാണ് നമ്മുടെ നാട്ടിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വർഷം കഴിഞ്ഞു, അടുത്ത 5 വർഷവും അവർ തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന അഴിമതി കൂടും. അതേസമയം 5 വർഷം കഴിഞ്ഞ് എയെ തോൽപ്പിച്ച് നമ്മൾ ബിക്ക് അധികാരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ നടത്തിക്കൊണ്ട് വന്ന ആ ഒരു അഴിമതിയുടെ ചെയിൻ അവിടെ സ്റ്റോപ്പ് ആകും. പിന്നെ ബി എന്ത് ചെയ്യും? ഈ എയുടെ അഴിമതിയെല്ലാം എക്സ്പോസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. കാരണം കറക്റ്റ് ചെയ്ത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിപ്പീറ്റഡ്ലി ഓരോ ആൾക്കാരുടെ കയ്യിലാണ് നമ്മൾ അധികാരം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ അഴിമതിയൊക്കെ കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടും. നേരത്തെ നമ്മൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഉണ്ടായിരിക്കും. പല ആൾക്കാരും പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, പാർട്ടി ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. പൊളിറ്റിക്സിൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ പാർട്ടിയിൽ. അപ്പോൾ നമ്മൾക്ക് താല്പര്യമുള്ള പാർട്ടിക്കാരെ തന്നെ വിജയിപ്പിക്കണം എന്നുള്ള തോട്ട് പ്രോസസ്സ് എടുത്ത് മാറ്റുക. ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് നമ്മളൊരു കാര്യത്തെ വിശ്വസിക്കാതിരിക്കുക. അങ്ങനെ അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറി കൊടുക്കുക. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് നിലനിൽപ്പ് ഉണ്ടാകത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം കട്ടും മോഷ്ടിച്ചും അവന്മാരുടെ വഴിക്ക് പോവും. നമ്മൾ പിന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പിച്ചതട്ടി എടുക്കേണ്ട അവസ്ഥ വരും.